ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നമുക്ക് ദൈവസന്നിധാനത്തിൽ ഈ രാവിലെ സമയം കടന്നു വരുവാൻ സ്വർഗത്തിലെ ദൈവം തന്നതായ ഈ കൃപകളെ ഓർത്തുകൊണ്ട് ദൈവത്തെ സ്തുതിക്കാം. നമുക്കറിയാം, ലോകപ്രശസ്തമായ ഒരു പട്ടണമാണ് യെരിഹോ എന്നുള്ളത്. യെരിഹോ പട്ടണത്തെക്കുറിച്ച് ചരിത്രരേഖകളിൽ അനേക സംഭവങ്ങൾ അവിടെ നടന്നതായിട്ട് നമുക്ക് കാണുവാൻ തക്കവണ്ണം ഇടയാകുന്നു. അങ്ങനെയുള്ള സംഭവങ്ങളിൽ വളരെ സുപ്രധാനമായ ഒരു സംഭവം നിങ്ങളുടെ മുൻപാകെ പറയുവാൻ തക്കവണ്ണം ഞാൻ ആഗ്രഹിക്കുകയാണ്. യേശുക്രിസ്തു ഒരിക്കൽ ഈ യെരിഹോ എന്ന് പറയുന്നതായ പട്ടണത്തിലേക്ക് വരുവാൻ തക്കവണ്ണം ഇടയായിത്തീർന്നു. അവിടെ വന്നപ്പോൾ സംഭവിച്ചതായ കാര്യം, യെരിഹോ എന്ന് പറയുന്നതായ പട്ടണത്തിൽ ഒരു ടാക്സ് കളക്ടർ അഥവാ നികുതി ഉദ്യോഗസ്ഥനായിട്ട് സഖായ് എന്നു പേരുള്ളതായ ഒരു മനുഷ്യൻ അവിടെ ജീവിച്ചിരുന്നു. അദ്ദേഹം അവിടെ ജനങ്ങളിൽ നിന്ന് നികുതി പിരിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ ജോലി ചെയ്തുകൊണ്ടിരുന്നതായ ഒരു സ്ഥലമായിരുന്നു യെരിഹോ എന്നുള്ളത്. ആ സഖായി എന്ന് പറയുന്നതായ വ്യക്തിയെ സംബന്ധിച്ച് അദ്ദേഹം ന്യായരഹിതമായിട്ട് ഗവൺമെന്റ് നിശ്ചയിച്ചതായ നികുതിയേക്കാൾ അധികം നികുതി ജനങ്ങളിൽ നിന്ന് പിരിച്ചു വന്നതുകൊണ്ട് ആ വ്യക്തിയെ അന്നത്തെ ആളുകൾക്ക്, യെരിഹോ പട്ടണത്തിലെ ആളുകൾക്ക് അദ്ദേഹത്തോട് സ്നേഹമില്ലായിരുന്നു. കാരണം അദ്ദേഹം അഴിമതിക്കാരനായിരുന്നു. അദ്ദേഹം ന്യായമായ നിലയിൽ പ്രവർത്തിക്കാതെ അന്യായമായ നിലയിൽ ജനങ്ങളുടെ കയ്യിൽ നിന്ന് നികുതി പിരിച്ചിരുന്നതായ ഒരു വ്യക്തിയായിരുന്നു. അങ്ങനെയുള്ളതായ സഖായി ഒരു രാവിലെ സമയം അദ്ദേഹം കേൾക്കുകയാണ് യേശു തന്റെ ഗ്രാമത്തിൽ കൂടെ, തന്റെ പട്ടണത്തിൽ കൂടെ കടന്നു വരുന്നു എന്നുള്ളത്. യേശുവിനെ കുറിച്ച് ഈ നികുതി പിരിക്കുന്നതായ ചുങ്കക്കാരൻ എന്ന പേരുള്ളതായ സഖായിക്ക് യേശുവിനെ കുറിച്ച് അറിയാമായിരുന്നു. എന്നാൽ ഒരിക്കലും യേശുവിനെ കാണുവാനായിട്ട് അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നില്ല. അദ്ദേഹം തന്റെ ജോലിയിൽ വ്യാപൃതനായിരുന്നു. എങ്ങനെയെങ്കിലും പണം ഉണ്ടാക്കണം, ആളുടെ കയ്യിൽ നിന്ന് എങ്ങനെയെങ്കിലും തനിക്ക് പണം ലഭിച്ച് തന്റെ കീശ വീർപ്പിക്കണം എന്നുള്ളതാണ്. എങ്ങനെയെങ്കിലും പണക്കാരനായിട്ട് ജീവിക്കണം എന്നുള്ളതായിരുന്നു. അതുകൊണ്ട് അദ്ദേഹം നീതിരഹിതമായിട്ട് ഗവൺമെന്റ് നിശ്ചയിച്ചതായ ആ നികുതിയേക്കാൾ കൂടുതൽ നികുതി ആളുകളിൽ നിന്ന് പിരിക്കുവാൻ തക്കണമിടയായിത്തീർന്നു. അങ്ങനെയുള്ളതായ വ്യക്തി ഒരു രാവിലെ സമയം യേശു തന്റെ ഗ്രാമത്തിൽ കൂടെ, തന്റെ വഴിയിൽ കൂടെ കടന്നു വരുന്നു എന്നുള്ളതായ ആ വാർത്തയാണ് അദ്ദേഹം കേട്ടത്. അങ്ങനെ ഇരിക്കുമ്പോൾ അദ്ദേഹം ചിന്തിച്ചു, ഈ ഉദ്യോഗസ്ഥനായ ഞാൻ യേശുവിനെ കാണുവാനായിട്ട് പോയാൽ എനിക്ക് യേശുവിനെ കാണുവാൻ കഴിയില്ല. കാരണം അദ്ദേഹത്തിന്റെ ശാരീരികമായ അവസ്ഥ തന്നെയാണ്. അദ്ദേഹം വളർച്ചയിൽ കുറിയ വ്യക്തിയായിരുന്നു, ഉയരം കുറവുള്ളതായ ഒരു വ്യക്തിയായിരുന്നു. യേശുവിന്റെ കൂടെ അനേകം ആളുകൾ യേശുവിന്റെ കൂടെ ഉണ്ടായിരിക്കും. യേശു ചെയ്യുന്നതായ അത്ഭുതങ്ങൾ, അടയാളങ്ങൾ, രോഗസൗഖ്യങ്ങളെല്ലാം കാണുവാനായിട്ട് യേശുവിന്റെ പിന്നാലെ അനേകം ആളുകൾ ഉണ്ടായിരിക്കും. എന്നാൽ അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഉയരം കുറഞ്ഞതായ ഞാൻ എങ്ങനെയാണ് യേശുവിനെ കാണുക? അദ്ദേഹം എന്താണ് ചെയ്തതെന്ന് അറിയാമോ? അദ്ദേഹം മനസ്സിലൊരു കാര്യം തീരുമാനിച്ചു. യേശു വരുന്നതായ വഴിയിൽ നിൽക്കുന്നതായ ഒരു അത്തിമരത്തിന്മേൽ, അത് ഒരു കാട്ട് അത്തിമരയാണ്, കാട്ടിൽ വളരുന്നതായ ഒരു മരമാണ്, അത്തിമരമായിരുന്നു. അത് തന്റെ വഴിയുടെ അരികിൽ നിന്നിരുന്നു. സഖായി വിചാരിച്ചു, ഞാൻ ഈ അത്തിമരത്തിന് മുകളിൽ കയറി ഇരുന്നാൽ, ഇലകളുടെ ഇടയിൽ ഒളിച്ചിരുന്നാൽ ആരും എന്നെ കാണുകയില്ല, എനിക്കാണെങ്കിൽ യേശുവിനെ കാണാം. അങ്ങനെ മനസ്സ് തീരുമാനിച്ച് ഇദ്ദേഹം അതിരാവിലെ സമയം തന്നെ യേശു തന്റെ വഴിയിൽ വരുന്നതിന് മുൻപ് തന്നെ ഇദ്ദേഹം ആ മരത്തിന്മേൽ കയറി സ്ഥാനം പിടിച്ചു. അദ്ദേഹം തന്റെ ആ കണ്ണുകൾ ആ ഇലകളുടെ ഉള്ളിൽ കൂടെ യേശു വരുന്നത് നോക്കിക്കൊണ്ട് ഇരിക്കുകയാണ്. അങ്ങനെ യേശു വന്ന് ഈ അത്തിമരത്തിന്റെ ചുവട്ടിലെത്തിയപ്പോൾ യേശു ഈ അത്തിമരത്തിന്റെ മുകളിലേക്ക് നോക്കുവാനിടയായിത്തീർന്നു. യേശുവിന് ചുറ്റുമുള്ള ആളുകൾ വിചാരിച്ചു യേശു അത്തിപ്പഴം അന്വേഷിക്കുകയാണോ എന്നുള്ളത്. യേശു അത്തിയുടെ മുകളിലേക്ക് നോക്കിക്കൊണ്ട് കൈകൾ ഉയർത്തി ഒരു വലിയ ശബ്ദത്തിൽ വിളിക്കുകയാണ്, അല്ലയോ സഖായിയെ, നീ അത്തിമരത്തിന് മീതെ നിന്ന് ഇറങ്ങി വരിക. അപ്പോഴാണ് ആളുകൾക്ക് മനസ്സിലായത്, ഈ സഖായി ചുങ്കക്കാരൻ, ചുങ്കം പിരിക്കുന്നതായ വ്യക്തി ഈ മരത്തിന്റെ മുകളിൽ കയറിയിരിക്കുകയാണോ? അവരെല്ലാവരും ആശ്ചര്യപ്പെട്ടു. പക്ഷേ ഈ സഖായി എന്താണ് ചെയ്തതെന്നറിയാമോ? യേശുവിന്റെ വാക്ക് കേട്ടുകൊണ്ട് അത്തിമരത്തിൽ നിന്ന് വേഗം ബന്ധപ്പെട്ട് ഇറങ്ങി വരുവാൻ തക്കവണ്ണം ഇടയായിത്തീർന്നു. അങ്ങനെ യേശുവിന്റെ അടുക്കൽ ഈ സഖായി വന്നു നിൽക്കുകയാണ്. യേശു സഖായിയോട് പറയുകയാണ്, സഖായിയെ, ഇന്ന് ഞാൻ നിന്റെ വീട്ടിൽ താമസിക്കുവാൻ പോകുകയാണ്. നമുക്കറിയാം, അഴിമതിക്കാരനായിട്ട് ചുങ്കക്കാരൻ എന്ന് അറിയപ്പെട്ട്, പാപി എന്ന് അറിയപ്പെട്ടിരുന്നതായ ഈ സഖായിയുടെ വീട്ടിലേക്ക് യേശു കടന്നു വരുവാൻ തക്കവണ്ണം ഇടയായിട്ട്. പ്രിയമുള്ളവരെ, ഇന്ന് ലോകത്തിലെ മഹാന്മാർ, മതനേതാക്കന്മാർ ഇങ്ങനെയുള്ള ആളുകളുടെ വീട്ടിലേക്ക് വരികയില്ല. അവർക്ക് നല്ലവരായ ആളുകളെയാണ് ആവശ്യം. എന്നാൽ
ഈ ഭൂമിയിലേക്ക് കടന്നു വന്ന കർത്താവായ യേശുക്രിസ്തുവിനെ സംബന്ധിച്ച് നാം വേദപുസ്തകത്തിൽ വായിക്കുന്നത് പാപികളെ തേടി വന്ന് പാപികൾക്ക് വേണ്ടിയാണ് യേശുക്രിസ്തു ഈ ഭൂമിയിലേക്ക് കടന്നു വന്നത്. ലോകത്തിൽ തള്ളപ്പെട്ടവരായി, ചുങ്കക്കാരായി, പാപികളായിട്ട് മറ്റുള്ളവരെ മുൻപാകെ മുദ്ര കുത്തപ്പെട്ടതായ ഈ സക്കായുടെ വീട്ടിലേക്ക് യേശുക്രിസ്തു കടന്നു വരുവാൻ തക്കോണമിടയായി തീർന്നു. പ്രിയമുള്ളവരെ, നിങ്ങളുടെ ഹൃദയമാകുന്ന വീട്ടിലേക്ക് ഈ യേശുക്രിസ്തു കടന്നു വരുവാൻ തക്കോണമിടയായി തീർന്നിട്ടുണ്ടോ? ഈ രാവിലെ സമയം ചിന്തിക്കുക, എന്റെ വീട്ടിലേക്ക്, എന്റെ ഹൃദയമാകുന്ന വീട്ടിലേക്ക് യേശു കടന്നു വരുവാൻ തക്കവണ്ണം ഇടയായിട്ടുണ്ടോ? കർത്താവ് പറയുകയാണ്, അല്ലയോ സക്കായിയെ, നിന്റെ വീട്ടിലേക്ക് വരുവാൻ തക്കവണ്ണം ഞാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ യേശു സക്കായുടെ വീട്ടിലേക്ക് വരുവാൻ തക്കവണ്ണം ഇടയായിത്തീർന്നു. വളരെ സന്തോഷമുള്ള മനസ്സുമായിട്ട് ഈ സക്കായി യേശുവിനെ സ്വീകരിപ്പാൻ തക്കവണ്ണം ഇടയായിത്തീർന്നു. അങ്ങനെ യേശു ഈ സക്കായുടെ വീട്ടിൽ കടന്നു വരുവാൻ തക്കവണ്ണം ഇടയായിത്തീർന്നു. അവിടെ സംഭവിച്ചത് എന്താണെന്ന് അറിയാമോ? സക്കായുടെ വീട്ടിൽ യേശു വന്നപ്പോൾ സക്കായുടെ ജീവിതത്തിൽ ഒരു വലിയ വ്യത്യാസം. സക്കായ തീരുമാനമെടുക്കുകയാണ്. യേശുവിനോട് പറയുന്നു, യേശുവേ, ഞാൻ എന്റെ ആ വരുമാനത്തിൽ, എന്റെ മുതലിൽ ഞാൻ പകുതി ഞാനത് മടക്കി കൊടുക്കാം. ഞാൻ ചതിവായിട്ട് ആളുകളിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ട്, ഞാനത് മടക്കി കൊടുക്കാം. യേശു അവന്റെ വീട്ടിൽ വന്നപ്പോൾ അവന്റെ പാപം അവനെ ബോധ്യപ്പെടുവാൻ തക്കവണ്ണമിടയായി തീർന്നു. പ്രിയമുള്ളവരെ, യേശു നിന്റെ ജീവിതത്തിലേക്ക് വരുമ്പോൾ നിന്റെ പാപത്തെക്കുറിച്ച് ദൈവം നിന്നെ ബോധ്യപ്പെടുത്തും. ദൈവത്തിന്റെ വചനത്തിൽ കാണുകയാണ്, പാപത്തെയും നീതിയെയും ന്യായവിധിയെയും കുറിച്ച് ബോധ്യപ്പെടുത്തുന്നതായ പരിശുദ്ധാത്മാവ് ഈ ഭൂമിയിൽ മാനവജാതിക്ക് ദൈവികമായ ചിന്തകൾ, ദൈവസന്നിധാനത്തിൽ മനുഷ്യൻ പാപിയാണ് എന്നുള്ളതായ ചിന്ത ദൈവത്തിന്റെ ആത്മാവ് നൽകുകയാണ്. അങ്ങനെയാകുന്നുവെങ്കിൽ ഈ സക്കായുടെ വീട്ടിൽ യേശു വന്നപ്പോൾ അവന്റെ ജീവിതത്തിൽ ഒരു വലിയ മാറ്റം വരികയാണ്. അവൻ യേശുവിനെ ഹൃദയത്തിൽ സ്വീകരിപ്പാൻ തക്കവണ്ണമിടയായി തീർന്നു. അവൻ പറയുകയാണ്, ഞാൻ ചതിവായിട്ട് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ ഞാനത് 4 മടങ്ങ് മടക്കി കൊടുക്കാം എന്നുള്ളതാണ്. ഇങ്ങനെ അവന്റെ ജീവിതത്തിൽ യേശു വന്നപ്പോൾ ഒരു വലിയ വ്യത്യാസം. പാപജീവിതത്തിൽ നിന്ന് നീതിയുടെ മാർഗത്തിലേക്ക് ഒരു വലിയ മാറ്റം. പ്രിയമുള്ളവരെ, യേശു നിന്റെ ജീവിതത്തിലേക്ക് വരുമ്പോൾ നിന്റെ ജീവിതത്തിന്റെ പാപത്തിന്റെ അവസ്ഥ മാറ്റി നിന്റെ ജീവിതത്തെ പരിശുദ്ധമായ അവസ്ഥയിലേക്ക്, ദൈവത്തിന്റെ മകൻ എന്നുള്ളതായ, ദൈവത്തിന്റെ മകൾ എന്നുള്ളതായ അവസ്ഥയിലേക്ക് നിന്റെ ജീവിതത്തെ കൊണ്ടുപോകുവാൻ തക്കവണ്ണമിടയായിത്തീരും. യേശു പറയുകയാണ്, സക്കായുടെ വാക്ക് കേട്ടുകൊണ്ട് യേശു പറഞ്ഞു, കാണാതെ പോയതിനെ തിരഞ്ഞു രക്ഷിപ്പാനല്ലോ മനുഷ്യപുത്രൻ വന്നത്. പ്രിയമുള്ളവരെ, മനുഷ്യൻ ഇന്ന് ദൈവത്തിന് മുൻപാകെ കാണാതെ പോയിരിക്കുകയാണ്. യെരിഹോവിന്റെ തെരുവീതികളിലേക്ക് കടന്നു വന്ന കർത്താവായ യേശുക്രിസ്തു മനുഷ്യന്റെ ഹൃദയത്തിലേക്കും കടന്നു വന്നിരിക്കുകയാണ്. ദൈവത്തിന് വചനമായ ബൈബിൾ പറയുന്നത് ഇങ്ങനെയാണ്, പ്രപഞ്ച സൃഷ്ടാവായ ദൈവം, ആത്മാവാകുന്ന ദൈവം മനുഷ്യനെ തേടി ഈ ഭൂമിയിലേക്ക് മനുഷ്യനായിട്ട് വന്നു. ആ വ്യക്തിത്വമാണ് യേശുക്രിസ്തു. സക്കായി തന്റെ വീട്ടിലേക്ക് യേശുവിനെ സ്വീകരിച്ചതുപോലെ നിന്റെ ഹൃദയമാകുന്ന ഭവനത്തിലേക്ക് നിന്റെ ജീവിതത്തിൽ യേശുക്രിസ്തുവിനെ സ്വീകരിക്കുമ്പോൾ നിന്റെ ജീവിതത്തിൽ വലിയ വ്യതിയാനം ഉണ്ടാകുന്നു. നീ ദൈവത്തിന്റെ വകയായിത്തീരുന്നു, ദൈവത്തിന്റെ സ്വന്തമായിത്തീരുന്നു. അങ്ങനെ ദൈവത്തിന് സ്വന്തമായി തീർന്നതായ വ്യക്തികൾ ദൈവത്തിന്റെ രാജ്യത്തിന് അവകാശികളായിത്തീരുന്നു. സ്വർഗരാജ്യത്തിലേക്ക് ആ വ്യക്തിക്ക് കടക്കുവാൻ തക്കവണ്ണം ഇട നൽകുകയാണ്. സ്വർഗരാജ്യത്തിലേക്ക് കടക്കുവാൻ തക്കവണ്ണം ദൈവം സഹായിക്കുകയാണ്. ഏക കാരണം യേശുവിനെ ഹൃദയത്തിൽ കർത്താവും രക്ഷിതാവുമായി സ്വീകരിച്ചു എന്നുള്ളതായ കാരണം കൊണ്ട്. പ്രിയ സുഹൃത്തെ, നിന്റെ ജീവിതത്തിൽ സക്കായി യേശുവിനെ സ്വീകരിച്ചതുപോലെ നിന്റെ ഹൃദയമാകുന്ന വീട്ടിലേക്ക് യേശുക്രിസ്തുവിനെ സ്വീകരിച്ച് ദൈവത്തിന്റെ വലിയ ശാന്തിയും സമാധാനവും ഉണ്ടാകുവാൻ വലിയവനായ ദൈവം നിങ്ങളെ സഹായിക്കുമാറാകട്ടെ. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.